നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 133 ഉയർന്നു. ഔദ്യോഗികമായിട്ടാണ് ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിമാനത്തിൽ 2 കൈക്കുഞ്ഞുങ്ങളും യാത്രക്കാരായി ഉണ്ടായിരുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. വിമാനം 625 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനകം തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വിമാനത്തിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തിരികെ അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിച്ചില്ല. അതിനിടയ്ക്ക് അപകടം നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വിവരം, ഈ വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിലാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എങ്കിലും ഇത് അഹമ്മദാബാദിൽ തന്നെയുള്ള BJ മെഡിക്കൽ കോളേജ് എന്ന വളരെ പ്രശസ്തമായ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണ് തകർന്നു വീണതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനായി ഹോസ്റ്റലിലെത്തിയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ പരിക്കേൽക്കാനോ മറ്റുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിമാനം 11 വർഷം പഴക്കമുള്ളതാണ്. എയർ ഇന്ത്യയുടെ എയർബസ് 787 എന്ന ഈ ഒരു ഡ്രീം ലൈനർ ഇനത്തിൽപ്പെട്ട വിമാനം ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിമാനങ്ങളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്തരം വിമാനങ്ങൾ വളരെ സുരക്ഷിതമാണ് എന്നാണ് പൊതുവെ കരുതിയിരിക്കുന്നതൊക്കെ തന്നെ. ബോയിങ് 787 ഇനത്തിൽപ്പെട്ട ഒരു വിമാനം ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. അതിനിടയിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദഗ്ധ ചികിത്സ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. വിമാനത്തിൽ 8 കുട്ടികളും 2 കൈക്കുഞ്ഞുങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ കനേഡിയൻ പൗരൻ ഒരുപക്ഷെ അദ്ദേഹം പഞ്ചാബിൽ നിന്നൊക്കെ ഉള്ള ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അവിടെ കാനഡയിലെത്തിയതിനു ശേഷം ഒരുപക്ഷെ അവിടെ പൗരത്വം എടുത്ത ഏതെങ്കിലും വ്യക്തികളായിരിക്കാം ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലും ഒരുപക്ഷെ ഇക്കാര്യം ബാധകമാകാനുള്ള സാധ്യതയുണ്ട്. 50-ലധികം UK പൗരന്മാർ ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരിൽ പലരും ചിലപ്പോൾ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും അഹമ്മദാബാദിൽ ഇത് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ അതിൻ്റെ വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായൊക്കെ തന്നെ ഫോണിൽ സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഓരോ നിമിഷവും അഹമ്മദാബാദിലെ ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ ഇത്തരത്തിലൊരു വിമാന അപകടമുണ്ടായി, നിരവധി പേർ മരിച്ചിരുന്നു. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, വിദ്യാർത്ഥികളൊക്കെ സുരക്ഷിതരാണോ എന്നുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിലൊന്നാണ് BJ മെഡിക്കൽ കോളേജ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.